എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു 6 മാസം മുമ്പ് ഞാൻ നല്ലൊരു വേസ്റ്റ് ബിന്നിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. പലർക്കും സംശയം ഉണ്ടായിരുന്നു, ഇത് വിജയിക്കുമോ, ഇത് വേസ്റ്റ് ഇട്ടാൽ പുഴു വരുമോ, ബാഡ് സ്മെൽ ഉണ്ടാകുമോ, അപ്പോൾ അത് പൈസ പോകുമോ എന്നൊക്കെ ഉള്ള കുറേ കമന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ്ഡേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ മഴക്കാലത്ത് ഓരോ വീട്ടിലും നിർബന്ധമായിട്ട് വേണ്ട ഈ ഒരു വേസ്റ്റ് ബിന്നിനെ ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ അറിയാം മഴക്കാലമാണ്, ഈച്ചയും കൊതുകും അതുപോലെ ചെളിയൊക്കെ കൂടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിർബന്ധമായിട്ട് ഒരു 6 പേരൊക്കെ ഉള്ള വീട്ടിൽ ഇതേപോലെയുള്ള ഒരു വേസ്റ്റ് ബിൻ നമുക്ക് നിർബന്ധമായിട്ടും വേണം. പലരും പറയുന്നുണ്ട് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ നമുക്കിത് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. നല്ല കാര്യമാണ് അത് ഉപയോഗിക്കുന്നവർ. പക്ഷേ ഇനാക്കുലം, അതായത് മൈക്രോ ബാക്ടീരിയ ചേർന്ന ചകിരിച്ചോറ് തന്നെ ഇതൊരു വളമാക്കി പ്രോസസ്സാക്കി എടുക്കാനായിട്ടുള്ളത് ചേർക്കണം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബാഡ് സ്മെല്ല്, ഈച്ച, കൊതുക്, ഇതെല്ലാം പുഴു എല്ലാം വരും. പക്ഷെ ഈ ഒരു വേസ്റ്റ് ബിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം അവർ നമുക്ക് 3 ബോക്സ് ഇനാക്കുലം, അതായത് മൈക്രോ ബാക്ടീരിയ ചേർന്ന ചകിരിച്ചോറ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തരത്തിലുള്ള ബാഡ് സ്മെല്ലോ പുഴുവോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. നമ്മുടെ അടുക്കളയുടെ സൈഡിൽ തന്നെ നമുക്ക് ഇത് വെക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലാണ്, അടുക്കളോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ ഈ ഒരു ബിന്ന് 3 നിറയാറായി. 3ാമത്തെ ബിൻ മുകളിലേക്ക് വെച്ചിരിക്കുന്ന ബിൻ നിറയാറായി. അപ്പോൾ 2 ബിന്നിലും വളം നന്നായിട്ട് നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഇടാവുന്ന രീതിയിലായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ ഇടാനല്ല, വർഷക്കാലത്ത് ഇപ്പോൾ വളം ഇടുന്നത് ശരിയല്ലല്ലോ, വേനൽക്കാലത്ത് ഇടാൻ വേണ്ടി. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് വീണ്ടും അടുത്ത വേസ്റ്റുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനാണ് ഞാനിത് വളം കാണിക്കാം. അതുപോലെ ഇതിന് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യണമെന്നുള്ളതും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് 3 വേസ്റ്റ് ബിന്നാണ് നമ്മൾ ഇതേപോലെ അടുക്കടുക്കായിട്ട് വെച്ചിരിക്കുന്നത്. മുകളിലെ ഭാഗത്ത് നമ്മളിപ്പോഴും വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു, അത് വളമായിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ട് ഇതിൽ താഴെയുള്ള 2 ബിന്നിലെയും നമുക്ക് ഇപ്പോൾ വളമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അത് പൊടിഞ്ഞിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള മണമോ പുഴുക്കളോ ഒന്നുമില്ല. നമുക്ക് നോക്കിയാൽ അറിയാം. ഇതിനകത്ത് എല്ലാ വേസ്റ്റുകളും, അതായത് അടുക്കളയിൽ ഉണ്ടാകുന്ന നമ്മുടെ മുട്ടത്തോടായിക്കോട്ടെ, ഇറച്ചിയുടെ മീനിൻ്റെ എല്ലാ വേസ്റ്റും, അതുപോലെ പച്ചക്കറികളുടെ ചക്കമടൽ, ചക്കക്കുരു അധികം ഇട്ടിട്ടില്ല, അതുപോലെ നമ്മുടെ മാങ്ങയുടെയൊക്കെ മാങ്ങാണ്ടിയും ഇതിനകത്ത് ഇട്ടിട്ടില്ല. ബാക്കി എല്ലാം നമ്മൾ ഇതിനകത്ത് കളക്ട് ചെയ്യാറുണ്ട്. വെള്ളം അധികം ഇല്ലാതെ തന്നെ നമ്മൾ വേസ്റ്റ് ഇടാനായിട്ട് നോക്കണം. ഇത് കണ്ടോ, ഏറ്റവും അടിയിൽ നന്നായിട്ട് അവിഞ്ഞ് അത് ഫുള്ള് നിറച്ച് ടൈറ്റാക്കി വെച്ചിരുന്ന ഒരു പാത്രമാണ്. അതിലത്തെ വളമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് പുറത്തുനിന്ന് ഒട്ടും തന്നെ വളം നമുക്ക് മേടിക്കാതെ തന്നെ ജൈവ രീതിയിലുള്ള സാധനങ്ങൾ, പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കയ്യോറയുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പൗഡർ രൂപത്തിൽ നമുക്ക് ചകിരിച്ചോറും എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ പൊടിഞ്ഞാണ് ഇത് നല്ല തരുതരിപ്പായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിരിക്കണം. അപ്പോൾ ഞാൻ ഈ 2 പാത്രത്തിലെയും വേസ്റ്റ് നമ്മൾ ഒരു ചാക്കിലേക്ക് മാറ്റി കെട്ടി വയ്ക്കാൻ പോവാണ്. ഇത് വളമൊക്കെ നമ്മൾ വെള്ളം അധികം വീഴാണ്ട് മാറ്റി എടുത്തു വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അറിയാലോ, മഴയൊക്കെ നനഞ്ഞ് വീണ്ടും ഈ വളം ചെളുത്ത് അതിൻ്റെ നല്ല ആ ഒരു വളത്തിൻ്റേതായ കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ ഇത് കളക്ട് ചെയ്യാം. എനിക്കിനി വളരെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ പൈസ കൊടുത്ത് വളം മേടിക്കണ്ടല്ലോ എന്നുള്ള ഒരു വലിയൊരു സന്തോഷമുണ്ട്. മാത്രമല്ല ഞാൻ ഇതുവരെ എൻ്റെ പരിസരമോ, എൻ്റെ വീടിൻ്റെ പരിസരമോ അല്ലെങ്കിൽ അടുക്കളയുടെ പരിസരം ഒന്നും ഒരു ഈച്ച പോലും വരാതെ എനിക്ക് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അത് വേസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതേ 2 ബിന്നിലെയും വളമായ ആ ഒരു ഇത് നമ്മൾ ചാക്കിലേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ബിൻ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും സെറ്റ് ചെയ്യാം. നമ്മളിത് കഴുകാനൊന്നും നിൽക്കണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തുടച്ചാൽ മതി, ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊന്നും വേണ്ടല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. കാരണം ഇതിൻ്റെ പുറം വശത്തൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി 3 ബിന്ന് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ബിൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് 3 തരത്തിലുള്ള ലിഡ് ഉണ്ട്. ഒന്ന് ഏറ്റവും അടിയിൽ വെക്കേണ്ട ബേസ് ആയിട്ടുള്ള, അതായത് നമുക്ക് അത്യാവശ്യം ബിൻ വെച്ചതിന് ശേഷം ചുറ്റും വെള്ളം ഒഴിച്ചിടുന്ന രീതിയിലുള്ള ഒരു ലിഡ് ഉണ്ട്. അത് ആദ്യം വെക്കുക. അതിനകത്തേക്ക് നമ്മൾ ഏറ്റവും അടിയിൽ വെക്കുന്ന ബക്കറ്റിലേക്ക് ഒരല്പം ചകിരിച്ചോറ്, നമ്മുടെ മൈക്രോ ബാക്ടീരിയ ചേർന്ന ഇനാക്കുലം ചേർത്തിട്ട് ആ ബിന്നെ അതിനകത്തേക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം 2 ലിഡ് ഒരേപോലെ ഉണ്ട്. ഓരോ ബക്കറ്റിൻ്റെ മുകളിലേക്കും വെക്കേണ്ട ലിഡ് ഉണ്ട് ഒരേപോലത്തെ. ഏറ്റവും മുകളിൽ ലിഡ് ഇച്ചിരി വ്യത്യാസമുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരു ലിഡ് വെക്കുക, വീണ്ടും അടുത്ത ബിൻ വെക്കുക, വീണ്ടും ഒരേപോലത്തെ തന്നെ ഉള്ള ലിഡിൽ ഒരെണ്ണം കൂടി മുകളിൽ വെക്കുക, അടുത്ത ബിൻ വെക്കുക. ഏറ്റവും മുകളിൽ നമുക്ക് മൂടിയോ ഉള്ള പോലത്തെ ഒരു ലിഡും അതുപോലെ തന്നെ അതിന് വെക്കേണ്ട
ഒരു ഇതുണ്ട്, അടപ്പനുണ്ട്. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ വെക്കണേലാണ് നമ്മൾ വേസ്റ്റ് ഇടുന്നത്. വേസ്റ്റ് നമ്മളിത് ശരിക്കും നിറയുന്ന വരെ തന്നെ ടൈറ്റായിട്ട് തന്നെ നിങ്ങൾ വേസ്റ്റ് ഇട്ടിട്ട് വേണം അത് മാറ്റാനായിട്ട്. മാറ്റുമ്പോൾ ഏറ്റവും മുകളിലിരിക്കുന്നത് ഏറ്റവും അടിയിലേക്ക് വരാവുന്ന രീതിയിൽ വെച്ച് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ 4 പേരുള്ള വീട്ടിൽ 6 മാസം കൊണ്ട് നമുക്ക് ഈ 3 എണ്ണം ഏകദേശം വളാവാറായിട്ട്. മൈക്രോ ബാക്ടീരിയ ചേർന്ന ഇനാക്കുലം അതല്ലെങ്കിൽ ചകിരിച്ചോറ് നമുക്ക് ഇതിനകത്ത് വേസ്റ്റിൻ്റെ ഒപ്പം ഇടുമ്പോൾ തന്നെ ഇതിനകത്തൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ചൂട് അനുഭവപ്പെടും, അത് വളമായിട്ട് തീരുന്ന പ്രവർത്തനത്തിൽ. അപ്പോൾ ആ ചൂട് ഇതിൻ്റെ മുകളിലേക്ക് വാബ്രേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്തുണ്ടാവും, പുറത്തു നിന്നും ഈ സുഷിരത്തിലൂടെ എയർ ഉള്ളിലേക്ക് കടന്ന് അതിൽ മണമോ അല്ലെങ്കിൽ അതിനകത്തൊരു പുഴുവിൻ്റെ ശല്യം ജീവനുള്ള ഒന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഈച്ച ശല്യമോ പുഴു ശല്യമോ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഇത് വേസ്റ്റായിട്ട് തീരുന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വേസ്റ്റ് ബിൻ. അതായത് ഓരോ ബിന്നും 22 ലിറ്റർ കൊള്ളുന്നതാണ്. അത് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമുക്ക് ഇത് 3 ബിന്നും അതുപോലെ ഇതിൽ ഇടാനുള്ള നമുക്ക് ഈ 6 മാസം ഞാൻ ഉപയോഗിച്ചിട്ടും ബാക്കി ഇനാക്കുളം ബാക്കിയാണ്. മൈക്രോ ബാക്ടീരിയ ചേർന്ന ചകിരിച്ചോറ് ഉൾപ്പെടെ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 3500 രൂപയാണ്. നിങ്ങൾ ഇതൊരു വലിയ എമൗണ്ട് ആയിട്ട് കണക്കാക്കേണ്ട, വളരെ യൂസ്ഫുൾ ആണ്. 10-12 വർഷത്തോളം നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരും, നിങ്ങളുടെ വീട്ടിലത് എത്തൂട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇനാക്കുലം മാത്രമായിട്ട്, അതായത് ചകിരിച്ചോറ് ബോക്സ് ആയിട്ട് നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ, അതും ഓൺലൈനിൽ നമുക്ക് ഇവർ തന്നെ അയച്ചു തരും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കാം. അപ്പോൾ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ വേസ്റ്റ് ബിൻ വീട്ടിലുള്ളവർക്ക് ഇതേപോലെയുള്ള ബാക്ടീരിയ ചേർന്ന മൈക്രോ ബാക്ടീരിയ ചേർന്ന ചകിരിച്ചോറ് വേണമെങ്കിലും നമുക്ക് ഓർഡർ കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് വെള്ളത്തിൽ കുതിർത്തി നമ്മളത് ഒരു ചാക്കിലോ അല്ലെങ്കിൽ ഒരു കവറിലോ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.